ബ്രിട്ടാ സാറ് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ബിജെപി പ്രതിനിധി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, പിന്നെ സോനം വാങ്ചുക്കിനെ കാണാൻ വേണ്ടിയിട്ട് മന്ത്രിമാർ വന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചു എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. ഉറക്കം വരുന്നു. സാർ, ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തെ ആശാ വർക്കർമാർ എത്ര കാലം കിടന്ന് ആ സെക്രട്ടേറിയറ്റ് അടക്കം കിടന്ന് സമരം ചെയ്തു സാർ? നിങ്ങളുടെ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ആ വഴി ഒന്ന് പോയോ സാർ? RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? എത്ര കാലം ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ, PSC വിദ്യാർത്ഥികൾ മണ്ണ് തിന്നില്ലേ, മുട്ടിലഴഞ്ഞില്ലേ, പോച്ച വെച്ച് തിന്നില്ല, സമരം ചെയ്തില്ലേ? അതാര് നോക്കുന്നു? തെളിവുകളായതൊക്കെ അതാ പറഞ്ഞത്. ഈ രാഷ്ട്രീയ കുപ്പായം തനിക്ക് ചേരില്ല എന്ന് തന്നെ കാണാമെന്ന് എന്നെ വേണോ എന്നല്ല. എന്തേ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ കടക്ക് പുറത്ത് പറയും നിങ്ങളുടെ മുഖ്യമന്ത്രി മുന്നോട്ട് പോയി? ഒന്നല്ല, പട്ടിണി പാവങ്ങളുടെ ചെകുവേര അല്പം തേഞ്ഞിട്ടുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ IIT ആരംഭിച്ചതിനെ വലിയ മഹത്തായിട്ട് BJP പ്രതിനിധി പറഞ്ഞു എന്നാണ് അങ്ങയുടെ ആരോപണം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. നോക്കൂ, മഹത്തായ കാര്യം തന്നെയാണ്. ഇവിടുത്തെ സർവകലാശാലയിൽ, ഇവിടുത്തെ ക്യാമ്പസിൽ പഠിക്കാൻ കുട്ടികളില്ല സാർ. ഇനി ഫേസ്ബുക്കിലൂടെ രാഷ്ട്രീയം മതി, അതാണ് സേഫ് മോനെ. എന്നെ വെറുതെ വിട്ടക്കൊന്ന് കിടന്നോട്ടെ. ഇവിടുത്തെ ക്യാമ്പസുകളിൽ പഠിക്കാൻ കുട്ടികളില്ല, പിള്ളേരെല്ലാം വിദേശത്തോട്ട് പോവാണ്, ഡിഗ്രിയുടെ സീറ്റ് മൊത്തം ഒഴിഞ്ഞു കിടക്കുകയാണ്. മനസ്സിലായില്ലേ? സമരം ചെയ്ത് നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല സാർ. ഇവനെ കൊണ്ട് എന്നെ തെറി വിളിപ്പിച്ച അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. നേരത്തരോ കുറെ കാലമായി കസേര കൊണ്ട് ഞാൻ ഈ തോന്നിയാസം കാണാൻ തുടങ്ങിയിട്ട് ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അതിനാരാ തനിക്കെല്ലാം ലൈസൻസ് തന്നത്? ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ?